ഇന്ന് നമ്മളെ പഠിക്കാൻ പോകുന്നത് രക്ഷയുടെ പ്രവർത്തികളെക്കുറിച്ചാണ്. അത് അത് യേശുവിൽ കൂടി നിറവേറ്റിയ പദ്ധതിയാണ്. നാം ചിന്തിച്ചല്ലോ മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ച്. അതുപോലെ നമ്മൾ കണ്ടു പിശാച് എങ്ങനെയാണ് ഉണ്ടാകാനായിട്ട് ദൈവം അനുവദിച്ചത്, അവൻ എങ്ങനെയാണ് പിശാചായത് തുടങ്ങിയവ. ഇന്ന് നമുക്ക് നോക്കാം രക്ഷാ പദ്ധതിയെക്കുറിച്ച്. ഒന്നാമത് മത്തായി 1:21 നമുക്ക് നോക്കാം. ഇതാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം. ഇവിടെ പറയുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന പേരിൻ്റെ അർത്ഥം പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു യേശുക്രിസ്തു മറ്റു പല കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. ഇത് സത്യമാണ്. യേശു തൻ്റെ ജനത്തിനായി പല കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ നമ്മെ ഭൗതികമായി അനുഗ്രഹിക്കുന്നു, ജഡീകമായി, ഇങ്ങനെ പല കാര്യങ്ങളും അതൊക്കെ ചെയ്യുമെന്നുള്ള സത്യമാണ്. എന്നാൽ ഇന്നത്തെ അനേക പ്രസംഗങ്ങളിൽ ഞാൻ കാണുന്ന അപകടം ഇതാണ്. അത് പരമപ്രധാനമായ കാര്യങ്ങളിൽ നിന്ന് ഊന്നൽ മാറി അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഊന്നൽ മാറിപ്പോയി. അതിൻ്റെ ആത്യന്തികമായ ഫലം അത് ക്രിസ്ത്യാനികൾ യേശു ക്രൂശിലൂടെ അവർക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഇന്ന് അവർ പൂർണ്ണമായിട്ടും അനുഭവിക്കുന്നില്ല. കാൽവറിയിൽ യേശു സത്യത്തിൽ നമുക്ക് വേണ്ടി ചെയ്തതെന്താ? എന്തുകൊണ്ടാണ് യേശു ക്രൂശിൽ നമുക്കായി മരിച്ചത്? അതുപോലെ എന്തിനാണ് യേശു ഉയർത്തെഴുന്നേറ്റത്? അത് നമ്മളെ ഭൗതിക കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കാനല്ല, അല്ലെങ്കിൽ നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കാനോ. ഇതൊന്നുമല്ല നമ്മുടെ വലിയ പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ പരമപ്രധാനമായ പ്രശ്നമെങ്കിൽ യേശു ആദ്യം അത് പരിഹരിച്ചേനെ. എന്നാൽ പുതിയ നിയമത്തിലെ ഒന്നാമത്തെ വാഗ്ദാനം ദൈവം നൽകിയത് നാം വായിക്കുന്നു, അവനെ യേശു എന്ന് വിളിക്കണം, കാരണം അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം പാപം ആണ്. യേശു വന്നത് നമ്മുടെ ഈ വലിയ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം തരാനാണ്. നമ്മുടെ പ്രധാന പ്രശ്നം പരിഹരിക്കപ്പെടുമ്പം മറ്റു പ്രശ്നങ്ങൾ അതിൽ തന്നെ ഇല്ലാതാകും. ഇത് കാണേണ്ടത് വളരെ പ്രധാനമാണ്. പഴയ നിയമത്തിൽ നിന്ന് ഇതിൻ്റെ ഉദാഹരണം നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ദാവീദ് ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ നേരിട്ടപ്പം ദാവീദ് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അവൻ ദാവീദ് പുത്രനാണല്ലോ. ഇവിടെ ഗോലിയാത്ത് അവൻ പിശാചിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം പാപത്തെ. നമ്മളവിടെ വായിക്കുന്നു, ഗോലിയാത്ത് തോൽപ്പിക്കപ്പെട്ട സമയത്ത് 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു 51-ാമത്തെ വാക്യം. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്ത്യർ കണ്ടപ്പോൾ അതിൻ്റെ അവസാന ഭാഗം അവർ ഓടിപ്പോയി. അവരുടെ മല്ലൻ തോൽപ്പിക്കപ്പെട്ടപ്പം എല്ലാ ഫെലിസ്ത്യരും ഓടിപ്പോയി. പ്രധാന പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിയുമ്പം ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ ഇല്ലാതാവും. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്ന കാര്യത്തിൽ ദാവീദ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ലായിരുന്നു. ഗോലിയാത്ത് പിന്നെയും വെല്ലുവിളിക്കുമായിരുന്നു, ഇസ്രായേലിനെ നിന്ദിക്കുമായിരുന്നു. എന്നാൽ ഈ ചെറിയ ഫെലിസ്ത്യരെയാണ് അവൻ കൊന്നിരുന്നെങ്കിൽ പ്രശ്നം തുടർന്നേനെ. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ മനുഷ്യന്റെ പ്രശ്നം കണ്ട് ചെറിയ കാര്യങ്ങൾ ആദ്യം പരിഹരിച്ചാൽ പ്രധാന പ്രശ്നം ഒരു ഗോലിയാത്തിനെ പോലെ അവിടെ നിൽക്കും. പാപമാണ് മറ്റെല്ലാ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാന കാരണം. അത് ഇതുപോലെയാണ്. മനുഷ്യനെ അവൻ്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ശരീരത്തിൽ വ്രണം ബാധിച്ചു. അവൻ്റെ തൊലിപ്പുറത്ത് നിങ്ങൾക്ക് പുരട്ടാൻ ഒരു ഓയിൽമെൻറ്റ് കൊടുക്കാം. അതുകൊണ്ട് ആ വ്രണം കരിയും. അതവൻ്റെ ഒരു കയ്യിൽ നിന്ന് പോയി കഴിയുമ്പം അവൻ്റെ അടുത്ത കയ്യിൽ അത് പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ അവിടെ പുരട്ടുന്നു, അവിടെ പോകുന്നു, എന്നാൽ കാലിൽ വരുന്നു. എന്നാൽ ഒരു ദിവസം ഡോക്ടർ പറയുന്നു, ഒരു പുതിയ ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയിട്ടുണ്ട്. അവൻ ആ രോഗിയോട് പറയുന്നു, നീ പോയി ആൻറ്റിബയോട്ടിക് കഴിക്കുക,
നിന്റെ അകത്തുള്ള യഥാർത്ഥ പ്രശ്നത്തെ അത് പരിഹരിക്കുകയും അങ്ങനെ നിങ്ങളുടെ പുറത്തുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും. അങ്ങനെ ഇനിയും മരണം ഉണ്ടാവില്ല. പാപവും ഇതുപോലെയാണ്. യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ ഈ ആന്റിബയോട്ടിക് പോലെയാണ്. അത് മനുഷ്യന്റെ അകത്തുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെ പരിഹരിക്കും. ചെറിയ പുറത്തുള്ള പ്രശ്നങ്ങളെ അല്ല. അതാ ഓയിൽമെന്റ് പോലല്ല പുറത്തെ സൗഖ്യത്തിന്. എന്നാൽ അതൊരു ആന്റിബയോട്ടിക് പോലാണ്. അത് അകത്തേക്ക് പോകുന്നു, അകത്തുള്ള യഥാർത്ഥ പ്രശ്നത്തിലേക്ക്. അങ്ങനെ അത് പുറത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. പാപമാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ വാഗ്ദാനം, അവനെ യേശു എന്ന് പേർ വിളിക്കണം, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. പാപങ്ങളിൽ നിന്നുള്ള രക്ഷയും അതുപോലെ തന്നെ പാപക്ഷമയും തമ്മിൽ വ്യത്യാസമുണ്ട്. അനേക വിശ്വാസികളുടെയും പാപം ക്ഷമിക്കപ്പെട്ടവരാണ്. എല്ലാ വിശ്വാസികളുടെയും അവർ വീണ്ടും ജനിച്ചവരാണെങ്കിൽ. എന്നാൽ അവർ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണെന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഞാൻ കോപിച്ചു, അതൊരു പാപമാണ്. ഞാൻ കണ്ടുകൊണ്ട് മോഹിച്ചു, അതൊരു പാപമാണ്. എനിക്കാരോടെങ്കിലും കയ്പുണ്ട്, അതൊരു പാപമാണ്. എനിക്ക് ഈ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറയാം. കർത്താവെ ക്ഷമിക്കണേ, ഞാൻ കോപിച്ചു, ഞാൻ കണ്ണുകൊണ്ട് മോഹിച്ചു, ക്ഷമിക്കണേ. എൻ്റെ ഉള്ളിൽ കയ്പ് വന്നു, ക്ഷമിക്കണേ, ദയവായിട്ട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിച്ചു. എന്നാൽ ഞാൻ രക്ഷപ്പെട്ടില്ല. കാരണം നാളെയും പോയി ഞാൻ ഇത് തന്നെ ചെയ്യും. ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ കഴിയും? ഞാൻ ഇപ്പോഴും ആ ജയിലിനകത്താണെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടില്ല. ഞാനിപ്പോഴും പാപമെന്ന് ആ ജയിലിനുള്ളിലിരിക്കുകയാണ്. ഇവിടെ വാഗ്ദാനം ഇതാണ്, നിങ്ങൾ അവനെ യേശു എന്ന് വിളിക്കണം. കാരണം അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. നമ്മൾ നമ്മളെ തന്നെ രക്ഷിക്കുകയല്ല. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. പാപത്തിന്റെ ശക്തിയിൽ നിന്നും നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. എല്ലാം യേശു തന്നെ ചെയ്യേണ്ടതുണ്ട്. അവൻ ക്രൂശിൽ മരിച്ചപ്പം അവൻ പാപത്തിന്റെ ശിക്ഷയിൽ നമ്മെ രക്ഷിച്ചു. എന്നാൽ അതിനപ്പുറത്ത് അവൻ മരിച്ചപ്പം അവനൊരു വഴിയുണ്ടാക്കി പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാനായി. ഇതും ഇന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല. നമുക്ക് പറയാം, പകുതി സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. സുവിശേഷത്തിന് 2 ഭാഗങ്ങളുണ്ട്. അത് രണ്ടും ഈ പുതിയ നിയമത്തിലെ വാഗ്ദാനത്തിലുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയോട് യേശു സംസാരിക്കുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. നിങ്ങൾക്കറിയാമല്ലോ ആ കഥ. അവളെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു. അത് വളരെ ഗുരുതരമായ ഒരു പാപമാണ്. അവളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ വിധിക്കായി. അവളെ കല്ലെറിയുവാനായിട്ട് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന പരീശന്മാരോട് അവൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. അവരെല്ലാം പോയി. അതിനുശേഷം യേശു ഈ സ്ത്രീയെ നോക്കി. 11-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, യേശു ചോദിച്ചു, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? അവളെ അവനോട് പറഞ്ഞു, ഇല്ല കർത്താവേ. 2 കാര്യം അതിൽ നിങ്ങൾക്ക് മുഴുവൻ സുവിശേഷം കാണാം. ഒരു വാക്യത്തിൽ 2 കാര്യങ്ങൾ, അതാണ് പൂർണ്ണ സുവിശേഷം. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ആ ഒരു വാക്യത്തിൽ മുഴുവൻ സുവിശേഷമുണ്ട്. ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, ഇനിയും പാപം ചെയ്യരുത്. നമ്മളോടും ദൈവം ഇന്ന് പറയുന്നത് ഇതാണ്. കാരണം അവൻ ക്രൂശിൽ മരിച്ചപ്പം നിങ്ങൾക്ക് ആ യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ക്ഷമ ലഭിച്ചു. ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല. എന്നാൽ അവിടെ നിൽക്കരുത്, ഇനിയും പാപം ചെയ്യരുത്. അതാണ് ഈ നാണയത്തിൻ്റെ 2 വശം. ഒരു വശം മാത്രം പ്രിന്റ് ചെയ്തൊരു നാണയം, അത് കള്ളനാണയമാണ്. നിങ്ങൾക്ക് രണ്ടും വേണം. നിങ്ങൾക്ക് വേണം, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണം, ഇനിയും പാപം ചെയ്യരുത്. ഇവിടെ മത്തായി 1:21 നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് യേശു വന്നത്. പാപത്തിന്റെ കുറ്റത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷയിൽ നിന്നും, അതുപോലെ തന്നെ പാപത്തിന്റെ ശക്തിയിൽ നിന്നും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ദിവസം അവൻ തന്നെ മഹത്വത്തിൽ വരുമ്പം പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവൻ നമ്മെ രക്ഷിക്കും. ഇവിടെ 3 മേഖലകളുണ്ട്: ഭാവി, ഭൂതം, വർത്തമാനം. നിങ്ങൾ കർത്താവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ. വർത്തമാനകാലത്തെ എല്ലാ ദിവസവും പാപത്തിന്റെ ശക്തിയിൽ നിങ്ങളെ രക്ഷിക്കും. ഭാവി കാലത്തെ ഒരിക്കൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവൻ രക്ഷിക്കും. അതുകൊണ്ട് ഇത് കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. സുവിശേഷം ഡീൽ ചെയ്യുന്നത് നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്നത്തെ പ്രസംഗങ്ങൾ, സുവിശേഷ പ്രസംഗകർ ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത് രോഗത്തെക്കാളധികം രോഗത്തിൻ്റെ ഫലമായിട്ടുള്ള പുറത്തെ ലക്ഷണങ്ങളെയാണ്. അത് ഭോഷത്വമാണ്. ഒരു മനുഷ്യന് ക്ഷയരോഗമുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണം ഒരുപക്ഷെ സന്ധ്യക്കുണ്ടാകുന്ന പനിയോ അങ്ങനെ എന്തെങ്കിലും ആകാം. അങ്ങനെ ഒരു മനുഷ്യന്
ഡോക്ടറെ ഒരു അനാസിനോ ക്രോസിനോ എന്തെങ്കിലും കൊടുത്താൽ അവൻ്റെ പനി മാറാൻ, എന്നാൽ അതവൻ്റെ ക്ഷയരോഗം മാറ്റില്ല. അതേ രോഗത്തിൻ്റെ ലക്ഷണത്തിൻ്റെ ചികിത്സയാണ്. അവനൊരു വ്യത്യാസം ഉണ്ടാവും അവൻ്റെ പനിക്ക്, എന്നാൽ അവൻ്റെ രോഗം സൗഖ്യമായില്ല. ഇങ്ങനെ തന്നെയാണ് പാപവും. പാപം കാരണം ഒരു മനുഷ്യന് രോഗമുണ്ടാകാം, അതവൻ്റെ പാപത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അല്ലെങ്കിൽ ഇതുപോലെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ. എന്നാൽ നിങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തെ ചികിത്സിച്ചാൽ അത് ഇതുപോലെയാണ് ക്ഷയമുള്ള ഒരാളെ തലവേദനയ്ക്ക് ചികിത്സിക്കുന്നത് പോലെ. പാപം എന്ന രോഗം അവിടെ തന്നെ നിൽക്കും, അവൻ പിന്നെയും പാപത്തിൽ ജീവിക്കും. ഒരുപക്ഷെ അവൻ്റെ രോഗം സൗഖ്യമായെന്ന് വരും, സാമ്പത്തിക പ്രശ്നം മാറിയെന്ന് വരും, എന്നാൽ അവൻ്റെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം അവിടെ തന്നെ ഉണ്ട്. അവൻ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടാലും ശരീരത്തിൽ സൗഖ്യമോ സാമ്പത്തിക ഉയർച്ചയോ അവസാനം അവൻ ദൈവത്തിൽ നിന്ന് വേർപെട്ട് നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. വ്യാജ സുവിശേഷമാണ് ഇന്ന് പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുന്നത്. അത് പാപത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. യേശു നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് വന്നത്. ഞാൻ പിന്നെയും പറയട്ടെ, ക്ഷമിക്കാൻ വേണ്ടി മാത്രമല്ല, എന്നാൽ രക്ഷിക്കാൻ. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ 5 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ഞാൻ അവനോട് പറയുന്നു, മോനെ, നീ ആ ഗേറ്റിന് വെളിയിലേക്ക് പോകരുത്. കാരണം റോഡ് നന്നാക്കുന്നവർ ആ റോഡ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയൊരു കുഴിയുണ്ട്. അവിടെ ചില പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ അവിടെ പോയാൽ ആ കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് അവൻ അനുസരിച്ചില്ല. അവിടെ ആ കുഴിയിലേക്ക് പോയി അവർ നോക്കി. ആ പണി ചെയ്തവരെ പുറത്തെവിടെയോ പോയപ്പം അവൻ ആ കുഴിയിലേക്ക് വീണു. അവൻ ആ കുഴിയിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചു, ഡാഡി. ഞാൻ അവിടെ ചെന്നു, എന്തു പറ്റി മകനെ എന്ന് ചോദിക്കുന്നു. ഡാഡി, സോറി, ഞാൻ നിന്നെ അനുസരിച്ചില്ല. ഞാനിപ്പം ഈ കുഴിയിൽ കിടക്കുകയാണ്. ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ അവനോട് പറയുന്നു, നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, എന്നാൽ ഞാൻ പോകട്ടെ. ഞാൻ അവനോട് ക്ഷമിച്ചോ? നിശ്ചയമായിട്ടും അനുസരണക്കേടിന്. ഞാൻ അവനെ രക്ഷിച്ചോ? ഇല്ല. അവനിപ്പോഴും കുഴിയിൽ കിടക്കുക. അതുകൊണ്ട് ഇതാണോ യേശു നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് വന്നത്? ഞാൻ ചെയ്തതിനായിട്ട് ക്ഷമയെന്ന് പറയുന്നു. കർത്താവ് പറയുന്നു, ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു, ഗുഡ് ബൈ. അത് വളരെ താഴ്ന്ന ഒരു സുവിശേഷമാണ്. സുവിശേഷം ഒരു നല്ല വാർത്തയാണ്. എൻ്റെ കുഞ്ഞിന് അതൊരു നല്ല വാർത്തയാണോ ഞാൻ അവൻ്റെ അനുസരണക്കേട് ക്ഷമിച്ചെന്നുള്ളത്? അതിനുശേഷം അവനെ കുഴിയിൽ ഉപേക്ഷിക്കുന്നത്? ഒരിക്കലും അല്ല. അത് ഒരു നല്ല വാർത്തയല്ല, അതൊരു മോശം വാർത്തയാണ്. അതുകൊണ്ട് സുവിശേഷം ഒരു നല്ല വാർത്തയാണ്. അതിനർത്ഥം ഞാൻ അവനോട് ക്ഷമിക്കുക മാത്രമല്ല, ഞാൻ താഴെ ഇറങ്ങി അവനെ വലിച്ചെടുക്കുന്നു, രക്ഷിക്കുന്നു. അതുകൊണ്ട് ഇത് ഓർക്കുക. അതുകൊണ്ട് യേശു നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് വന്നത്. അത് പഴയ നിയമത്തിൽ സാധ്യമായിരുന്നില്ല. പഴയ നിയമത്തിലുള്ള ഒരാൾ പോലും ഇത് പറയുവാൻ കഴിയുന്നില്ല, കർത്താവെ, എൻ്റെ പാപത്തിന് രക്ഷിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങനെ ഒരു വാക്ക് അവിടെ ഇല്ല. പാപത്തിൽ നിന്നുള്ള രക്ഷ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് നാം വായിക്കുന്നു സങ്കീർത്തനം 103. അവിടെ പാപക്ഷമയുണ്ട്. അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. 103-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. അങ്ങനെ അവൻ്റെ നാമത്തെ വാഴ്ത്തുന്നത് അവൻ നിന്റെ അകൃത്യം ഒക്കെയും ക്ഷമിക്കുന്നു, നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു, നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവൻ ഇത് അനുഭവിച്ചു, പാപത്തിൻ്റെ ക്ഷമ, എല്ലാ പാപത്തിൽ നിന്നും. അതവൻ സങ്കീർത്തനം 32 ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ പാപം മറച്ചു, യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അതുകൊണ്ട് പാപത്തിൻ്റെ ക്ഷമ പല പ്രാവശ്യം പഴയ നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട്. അവര് ഈ കാര്യം യഥാർത്ഥത്തിൽ അനുഭവിച്ചിരുന്നു 1000 വർഷം മുമ്പ് യേശു വരുന്നതിന്. എന്നാൽ അവരിൽ ഒരാൾക്ക് പോലും ഒരിക്കലും ഇത് പറയാൻ കഴിഞ്ഞില്ല, എന്നെ എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിച്ചതിനായിട്ട് നന്ദിയെന്ന്. ആ കുഴിയിൽ കിടക്കുന്ന എൻ്റെ മകനോട് ഞാൻ ക്ഷമിച്ചതുപോലെ അവർ ക്ഷമിക്കപ്പെട്ടിരുന്നു, എന്നാൽ ഞാൻ അവനെ രക്ഷിച്ചില്ല. അത് പഴയ നിയമമാണ്. പഴയ നിയമത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ലക്ഷണം ഇതാണ്. അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടു, എന്നാൽ അവരിപ്പോഴും ആ കുഴിയിലാണ്. അവർ രക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് നാം കാണുന്നു പുതിയ നിയമത്തിൻ്റെ മഹത്വം ഇതാണ്. അത്
അവൻ നമ്മോട് ക്ഷമിക്കുക മാത്രമല്ല, നമ്മളെ രക്ഷിക്കുന്നു. ഈ പ്രത്യേക കാര്യത്തിൽ നിന്ന്, നമ്മെ അടിമയായി പിടിച്ചു വെക്കുന്ന കാര്യത്തിൽ നിന്ന്. ഇതാണ് പുതിയ നിയമ സന്ദേശത്തിൻ്റെ മഹത്വം. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, പഴയ നിയമവും പുതിയ നിയമവും തുലനം ചെയ്ത്. അവനിവിടെ പറയുകയാണ്, പഴയ നിയമം ശിക്ഷാവിധിയുടെ ഒരു ശുശ്രൂഷയായിരുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. എന്നാൽ പുതിയ നിയമം നീതിയുടെ ശുശ്രൂഷയായിരുന്നു. അവൻ പറയുന്നു, അത് തേജസ്സേറിയതായിരുന്നു. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ പഴയ നിയമ ശുശ്രൂഷയേക്കാൾ അധികം. കാരണം പ്രമാണത്തിൻ്റെ ശുശ്രൂഷ അത് ശിക്ഷാവധി മാത്രമേ കൊണ്ടുവരുള്ളായിരുന്നു. അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടിരുന്നുവെങ്കിലും എത്ര കൂടുതൽ അവർ ന്യായപ്രമാണം കേൾക്കുമോ അത്ര കൂടുതൽ ശിക്ഷാവധി ഉണ്ടാവും. കാരണം അവർക്ക് ആചരിക്കാൻ കഴിയുമായിരുന്നില്ല. അവർക്ക് ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ പ്രസംഗവും അവരെ കുറ്റപ്പാടിലേക്ക് നടത്തിയത്. അതുകൊണ്ട് ഇന്ന് നാം ആളുകളെ കുറ്റപ്പെടുത്തത്തക്കവണ്ണം പ്രസംഗിക്കുമ്പം അത് പഴയ നിയമ പ്രസംഗമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ആ ശുശ്രൂഷ യഥാർത്ഥ നീതി നൽകുന്നതാണ്. നീതി പാപത്തിന് എതിരാണ്. നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പം നാം നീതിയുള്ളൊരു ജീവിതത്തിലേക്ക് വരും. അതാണ് പുതിയ നിയമം നമുക്ക് തരുന്നത്. അതാണ് യേശുക്രിസ്തു നമുക്ക് നൽകാൻ വന്നത്, പാപത്തിൽ നിന്നുള്ള രക്ഷ. ഇതുപോലെയുള്ള മനോഹരമായ വാഗ്ദാനങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കുക. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. യൂദ 24-ാമത്തെ വാക്യം. ദൈവത്തിന് നിങ്ങളെ വീഴാതെ സൂക്ഷിപ്പാൻ കഴിയും. നിങ്ങൾ നിങ്ങളെ തന്നെ വീഴാതെ സൂക്ഷിക്കണമെന്നല്ല, നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്കതിനുള്ള കഴിവില്ല. നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ട് കിട്ടാനോ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് രക്ഷിക്കാനോ നമുക്ക് ആർക്കും അതിന് കഴിയില്ല. എന്നാൽ ദൈവത്തെ നിങ്ങൾ അനുവദിച്ചാൽ, അവനെ സ്വീകരിച്ചാൽ, അവൻ നമ്മളോട് ക്ഷമിക്കും. അതുപോലെ നമ്മൾ വീഴാതെ അവൻ സൂക്ഷിക്കും. ഇത് മറ്റൊരു ജീവിതമാണ്. ഞാൻ മറ്റൊരു വാക്യം കാണിക്കട്ടെ. റോമാലേഖനം 8-ാം അധ്യായം. ഇതെല്ലാം പുതിയ നിയമത്തിൽ മാത്രം കാണാൻ കഴിയുന്ന വാഗ്ദാനങ്ങളാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, 2-ാം വാക്യത്തിൽ, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. ഇത് മോശയുടെ പ്രമാണത്തെക്കാൾ വ്യത്യസ്തമാണ്. മോശയുടെ പ്രമാണം അത് 10 കൽപ്പനകളാണ്. ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത് ചെയ്യരുത്, ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ. ആളുകളെ ഇത് ചെയ്യുവാനായിട്ട് നോക്കി, എന്നാൽ അവർക്ക് പൂർണ്ണമായിട്ട് ചെയ്തില്ല. അങ്ങനെ ഒരു കുറ്റപ്പാടിലേക്കായി. എന്നാൽ ഇവിടെ മോശയുടെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായി ആത്മാവിൻ്റെ പ്രമാണം. ഇവിടെ ആത്മാവിൻ്റെ പ്രമാണത്തെ റോമാലേഖനം 8-ൽ വിവരിക്കുന്നത് 2-ാം വാക്യത്തിൽ അത് കൽപ്പനകളുടെ ഒരു ലിസ്റ്റല്ല, എന്നാൽ അതൊരു ജീവനാണ്. ആത്മാവിൻ്റെ പ്രമാണം അത് ജീവന്റെ പ്രമാണമാണ്. 8-2. ഇവിടെ ഈ പ്രമാണം ഒരു ജീവനാണ്. എനിക്ക് ഈ ജീവൻ ലഭിക്കുമ്പം അതെനിക്ക് സ്വാതന്ത്ര്യം നൽകും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന്. മറ്റൊരു പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമാണ്, ഗുരുത്വാകർഷണം പോലെ. നിങ്ങൾക്കറിയാമല്ലോ ഗുരുത്വാകർഷണം എന്താ ചെയ്യുന്നത്? അത് ആളുകളെ താഴേക്ക് വലിക്കുന്നു. താഴേക്ക് 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 വലിക്കുന്നു. നിങ്ങൾ എവിടെയൊക്കെ പോയാലും ഗുരുത്വാകർഷണം എപ്പോഴും ആളുകളെ താഴേക്ക് വലിക്കുന്നു. അതൊരു പക്ഷേ വേദപുസ്തകമായിരിക്കാം. ഈ വേദപുസ്തകത്തെ പോലും ഗുരുത്വാകർഷണം കീഴേക്ക് വലിക്കും. ഇതിനെ താഴേക്ക് വലിക്കുന്നു. ഞാനിത് കയ്യിൽ നിന്ന് വിട്ടാൽ അത് താഴേക്ക് വീഴും. എന്നാൽ എൻ്റെ ശരീരത്തിൽ ജീവൻ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ കൊണ്ട് ഈ ബുക്കിനെ ഉയർത്തിപ്പിടിച്ചാൽ എങ്കിൽ എനിക്ക് പറയാൻ കഴിയും, എന്നിലുള്ള ജീവന്റെ പ്രമാണം ഈ ബുക്കിനെ ഗുരുത്വാകർഷണത്തിൻ്റെ ശക്തിയിൽ നിന്നും രക്ഷിക്കുമെന്ന്. ഇപ്പം നിങ്ങൾ കണ്ടോ, ഇത് തന്നെ ആണ് റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നതിൻ്റെ വിവരണം. എൻ്റെ ശരീരത്തിലുള്ള ജീവന്റെ പ്രമാണം ഗുരുത്വാകർഷണത്തിൽ നിന്ന് ഈ ബുക്കിനെ സ്വതന്ത്രമാക്കി. അതുകൊണ്ട് ഈ ബുക്ക് താഴേക്ക് വീഴുന്നില്ല. ഇതിനെ വീഴാതെ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ ഇതിനെ വീഴാതെ സൂക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ബുക്കിനെ നിങ്ങളായിട്ട് സങ്കല്പിക്കൂ.
പാപത്തിൻ്റെ പ്രമാണം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ താഴേക്ക് പോകുന്നു, താഴേക്ക്. നിങ്ങൾക്ക് ഉയർന്നു നിൽക്കാൻ കഴിയുന്നില്ല, പാപം ചെയ്യാതെ ഒരു മിനിറ്റ് പോലും. അതിൽ ചിലത് ഗുരുതരമാണ്, ചിലത് നിങ്ങൾക്ക് അറിയുക പോലുമില്ല. നാം അറിയുന്ന പാപങ്ങളെക്കാൾ വളരെ കൂടുതലാണ് നാം അറിയാത്ത പാപങ്ങൾ. നാം അറിഞ്ഞുകൊണ്ട് പല പാപങ്ങൾ ചെയ്യുന്നു, എന്നാൽ നമുക്കറിയാത്ത പല പാപങ്ങളുണ്ട്. എന്നാൽ ഞാൻ യേശുവിൻ്റെ ജീവൻ എന്നിൽ വരാൻ അനുവദിച്ചു കൊടുത്താൽ അതിനെന്നെ വീഴാതെ സൂക്ഷിക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിലുള്ള ആ ജീവൻ അതെന്നെ സ്വതന്ത്രനാക്കും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന്. അത് ആണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എന്നാൽ അത് ഒരിക്കലും പഴയ നിയമത്തിന് കീഴിൽ അനുഭവിക്കാൻ കഴിയുമായിരുന്നില്ല. പഴയ നിയമത്തിലും ചില ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട്, എന്നാൽ അത് പുറത്ത് മാത്രമായിരുന്നു. അത് ശിംശോനി പ്രവർത്തിച്ചു, ഒരു സിംഹത്തെ കൊല്ലാൻ. എന്നാൽ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മോഹത്തിൻ്റെ സിംഹത്തെ ജയിക്കാൻ അവന് കഴിഞ്ഞില്ല. എന്നാൽ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മോഹത്തിൻ്റെ സിംഹത്തെ അവന് ജയിക്കാൻ കഴിഞ്ഞില്ല. പുറത്തൊരു സിംഹത്തെ കഷണങ്ങളാക്കി കീറാൻ കഴിഞ്ഞിട്ടും. അതുകൊണ്ട് ഏതാണ് ശക്തം? പുറത്തുള്ള ഗർജിക്കുന്ന സിംഹമാണോ, വനത്തിൽ വസിക്കുന്ന? അതോ മോഹമെന്ന സിംഹം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന? നാം പേടിച്ച് വിറയ്ക്കും. ഒരു സിംഹത്തെ കണ്ടാൽ, നിങ്ങളെ കാട്ടിൽ വെച്ച് ഒരു സിംഹത്തെ കണ്ടാൽ നിങ്ങൾ പേടിച്ച് വിറയ്ക്കും. ഞാനും പേടിച്ച് വിറയ്ക്കും. എന്തുകൊണ്ടാണ് മോഹത്തിൻ്റെ സിംഹത്തെ കാണുമ്പോൾ നമ്മൾ പേടിക്കാത്തത്? ഇത് സത്യം പറഞ്ഞാൽ അതിനേക്കാൾ പേടിക്കേണ്ടതും അപകടം പിടിച്ചതുമാണ്. ഒരു സിംഹത്തിന് നിങ്ങളെ ശവക്കല്ലറയിലേക്ക് വിടാൻ കഴിയും, എന്നാൽ നരകത്തിലേക്ക് വിടാൻ കഴിയില്ല. എന്നാൽ മോഹത്തിൻ്റെ സിംഹത്തിന് നിങ്ങളെ നരകത്തിൽ വിടാൻ കഴിയും. എന്നാൽ പഴയ നിയമത്തിൽ ഇത് ഒരിക്കലും സാധ്യമായിരുന്നില്ല, മോഹത്തിൻ്റെ സിംഹത്തെ ജയിക്കുക എന്നുള്ളത്. പരിശുദ്ധാത്മാവിനെ ഒരാൾക്ക് ശക്തി കൊടുക്കാൻ കഴിയുമായിരുന്നു പുറത്തുള്ള ഒരു സിംഹത്തെ കഷണങ്ങളാക്കാൻ. എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ അന്ന് വസിക്കാൻ കഴിയാതിരുന്നുകൊണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ, അതുകൊണ്ട് മറ്റൊരു വഴിയുമില്ലായിരുന്നു മനുഷ്യൻ്റെ ഉള്ളിൽ ശക്തി കൊടുക്കാൻ. പരിശുദ്ധാത്മാവിന് അവരുടെ പുറത്ത് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ അവർക്ക് പുറത്ത് സ്വതന്ത്രമാകാമായിരുന്നു, പുറത്ത് ശക്തി കൊടുക്കാമായിരുന്നു പല കാര്യങ്ങൾ ചെയ്യാൻ. പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഒരു വസ്ത്രം പോലെ അവരുടെ മേൽ വന്നു. ഞാൻ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്ന പോലെ, ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ ആളുകളുടെ മേൽ, പുറത്തു മാത്രം. എന്നാൽ പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിന് എൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നെ നിറയ്ക്കാനും നിയന്ത്രിക്കാനും, എൻ്റെ സത്തയുടെ എല്ലാ ഭാഗങ്ങളും, അങ്ങനെ എൻ്റെ ഉള്ളിൽ ശക്തി തരാം. എൻ്റെ ഉള്ളിലുള്ള സിംഹത്തെ കൊല്ലാനായിട്ട്, കോപത്തെയും മോഹത്തെയും കയ്പിനെയും അങ്ങനെയുള്ള എല്ലാ സിംഹത്തെയും. അങ്ങനെ ശിംശോൻ പുറത്തുള്ള സിംഹത്തെ കൊന്നതുപോലെ എൻ്റെ ഉള്ളിലുള്ള സിംഹത്തെ എനിക്ക് കൊല്ലാൻ കഴിയും. യേശു പുറത്തുള്ള ഒരു സിംഹത്തെയും കൊന്നില്ല, എന്നാൽ അവൻ അഭിമുഖീകരിച്ച എല്ലാ പരീക്ഷകളെയും അവൻ ജയിച്ചു. അവനെ അനുഗമിക്കാനായിട്ട് അവൻ പറയുന്നു. അതുകൊണ്ട് ഇതാണ് പുതിയ നിയമത്തിൻ്റെ സന്ദേശം. അവൻ വന്നത് നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. നമുക്ക് വേറെ പല പ്രശ്നങ്ങളുണ്ട്. നമ്മളിൽ പലർക്കും രോഗങ്ങളുണ്ടായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലുള്ള പലതും. എന്നാൽ ഇത് ഓർക്കുക, എല്ലാ പ്രശ്നവും ഉയർന്നു വരുന്നത് പാപമെന്ന അടിസ്ഥാന പ്രശ്നത്തിൽ നിന്നാണ്. ആ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ നമ്മുടെ ഈ പല പ്രശ്നങ്ങളും അതിൽ തന്നെ പരിഹരിക്കപ്പെടും. നമ്മുടെ എല്ലാ രോഗങ്ങളും ഒരു പക്ഷെങ്കിൽ സൗഖ്യമായി എന്ന് വരികയില്ല. രോഗങ്ങൾ ഉണ്ടാകുന്നതിന് പല കാര്യങ്ങളുണ്ട്. അതെല്ലാം വിവരിച്ച് പറയാനായിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിൽ സമയമില്ല. എന്നാൽ നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലുള്ള മറ്റനേക പ്രശ്നങ്ങളെ പരിഹരിക്കും. അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പാപത്തോടെ ഇടപെടട്ടെ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ തെന്നി വീഴുമ്പം അതിനെ ഗൗരവത്തോടെ എടുക്കുക. പുറത്ത് വീഴുമ്പോഴല്ല നിങ്ങൾ ഗൗരവത്തിൽ ആ കാര്യത്തെ എടുക്കേണ്ടത്.
പറയുക, കർത്താവെ, ഞാൻ അകത്ത് തെന്നി, ഞാൻ എൻ്റെ ചിന്തയിൽ തെന്നി വീണു, എൻ്റെ മനോഭാവത്തിൽ ഞാൻ തെറ്റി. മറ്റാളുകളോട് കർത്താവെ എന്നോട് ക്ഷമിക്കണേ, കർത്താവെ എന്നെ സ്വതന്ത്രനാക്കണേ, എന്നോട് ക്ഷമിക്കണേ. ഞാൻ എൻ്റെ ഉള്ളിൽ പാപത്തെ ഗൗരവമായിട്ട് എടുക്കുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ പാപത്തെ നേരിടുവാനായിട്ട് കർത്താവ് എന്നെ സഹായിക്കും. എന്നാൽ പുറത്തെ പാപം ചെയ്യാതെ ഇരിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഞാൻ ഗൗരവമുള്ളെങ്കിൽ, കാരണം എനിക്ക് എൻ്റെ പുറത്തുള്ള സാക്ഷ്യം നഷ്ടപ്പെടണ്ട. ഞാൻ സന്തുഷ്ടനാണ്, മറ്റുള്ളവർ കാണണം ഞാനൊരു നല്ല സഹോദരനാണെന്ന്. അകം അശുദ്ധമാണെങ്കിലും സാരമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ വിശുദ്ധിക്ക് താല്പര്യമുള്ള ഒരാളല്ല. എൻ്റെ താല്പര്യം ഇതാണ്, മനുഷ്യൻ്റെ മുമ്പാകെ ഭക്തിയുടെ ഒരു വേഷം മാത്രം. എങ്കിൽ നിങ്ങളുടെ അകത്തുള്ള പാവങ്ങളിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുകയില്ല. ദൈവത്തിന് ഇത് മനസ്സിലാകണം. അകത്തുള്ള ഈ പാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ സത്യമായിട്ടും ആഗ്രഹിക്കുന്നുവെന്ന്. അകത്തുള്ള ഈ രോഗത്തിൽ നിന്നുള്ള വിടുതൽ, അത് ദൈവത്തോട് നിങ്ങൾ തെളിയിക്കുന്നത് നിങ്ങൾ രഹസ്യത്തിൽ പാപം ചെയ്യുമ്പം നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ മനോഭാവത്തിലും നിങ്ങൾ ദൈവത്തോട് കരയും, കർത്താവ് എന്നോട് ക്ഷമിക്കണേ, ആരും എന്നെ കണ്ടില്ല, ഞാൻ പാപം ചെയ്തു, എന്നെ രക്ഷിക്കണേ. ദൈവം അത് നിന്നിൽ കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, ഈ കുഴിയുടെ ആഴത്തിൽ നിന്നുള്ള വിടുതൽ നിങ്ങൾ അനുഭവിക്കും വളരെ പെട്ടെന്ന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.